بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا، لهم مغفرة ورزق كريم. ബഹുമാനമുള്ള വിശ്വാസികളെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതായ സർവ്വപാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തുമാപ്പാൻ തീരുമാനാകട്ടെ. ഒരു ഹിജറയുടെ തുടക്കത്തിൽ അതിന് സാക്ഷിയാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് എന്തൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരികയും നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു കബൂലാക്കുകയും ചെയ്യുന്നതാകട്ടെ. ഈ തുടക്കത്തിൽ ഹിജറയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കേണ്ടതും. ഹിജറയുടെ തുടക്കം അത് എവിടെ നിന്നാണ്, എപ്പോഴാണ്, ഏത് മാസത്തിലാണ്, എപ്പോഴാണ് അങ്ങനെ ഒരു കലണ്ടർ രൂപീകരിക്കപ്പെട്ടത്, ഏറെ ചർച്ചകൾ നടന്ന ഒരു സംഗതിയാണ്. എഴുത്തുകുത്തുകളൊന്നുമില്ലാത്ത കാലഘട്ടത്തില് അംബാസഡറുകളെ നിയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ രേഖപ്പെടാതെ വിഷയങ്ങൾ കടന്നുപോയപ്പോൾ സഹാബികൾക്കിടയിൽ ചർച്ച വന്നു. ഒരു താരീഖ്, ഒരു തീയതി വേണമെന്ന്. ആ ചർച്ചയിൽ ഏത് മാസം തിരഞ്ഞെടുക്കണമെന്ന് സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും കടന്നു വന്നു. ഷഅബാൻ തുടങ്ങാമെന്ന് പറഞ്ഞവരുണ്ട്. റബീഉൽ അവ്വൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണല്ലോ. തന്നെയുമല്ല ആ മാസത്തിൽ തന്നെയാണ് വഫാത്ത്. ഈ വഫാത്തിന്റെ സമയം എടുക്കാം, റബീഉൽ അവ്വൽ എടുക്കാം. പല ചർച്ചകളും വന്നെങ്കിലും മുഹറം മാസം തെരഞ്ഞെടുത്തത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തോടുകൂടി
ഹിജ്റ തുടക്കം കുറിച്ചത് റബീഉൽ അവ്വലിലാണെങ്കിലും കലണ്ടറിന് രൂപം കുറിക്കുന്നത് അത് മുഹറം മാസം മുതലാണ്. ഇവിടെ ഈ കലണ്ടറിന്റെ രൂപം താരീഖിന്റെ തീയതിയുടെ തുടക്കം കുറിച്ചത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹമാണ് അതിന് രൂപം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇസ്ലാമിന്റെ ഒരു ചര്യ, അത് നബിയും സഹാബാക്കളും തുടർന്നു വന്ന പാതയിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പ് തന്നെ നമുക്ക് ആ സന്ദേശം നൽകിയിട്ടുണ്ട്. എനിക്ക് ശേഷം നിങ്ങൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും. പ്രവാചകന്റെ വഫാത്തിന് ശേഷമാണല്ലോ ഈ ഒരു അഭിപ്രായ വ്യത്യാസം കടന്നു വന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, സച്ചരിതരായ നേരെ മാർഗത്തിൽ നിലകൊള്ളുന്ന എന്റെ ഖുലഫാ റാഷിദീങ്ങളായ ആ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത അവരുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുലഫാ റാഷിദീങ്ങളിലെ പ്രഗത്ഭനാണ്. സ്വർഗമുണ്ടെന്ന് പ്രവാചകന്റെ നാവിലൂടെ അറിയിക്കപ്പെട്ട് ആ സഹാബിയുടെ മാതൃകയാണ് ഹിജ്റ കലണ്ടറിലൂടെ എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. അതിന്റെ ചുരുക്കം മാത്രം സൂചിപ്പിച്ചതാണ്. ഓരോ ഹിജ്റ വർഷവും കടന്നു വരുമ്പോൾ ഇതുപോലെ ഖുതുബയും ഹിജ്റയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. വളരെ ഗംഭീരമായി അതിന്റെ ചർച്ചകളൊക്കെ നടക്കാറുണ്ടെങ്കിലും ഹിജ്റ നൽകുന്ന സന്ദേശം എന്ത് എന്ന്, അത് നമുക്ക് നൽകുന്ന പാഠം എന്ത് എന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാറില്ല. കേൾക്കുന്നു, മറന്നു പോകുന്നു, വീണ്ടും അടുത്ത വർഷം ആവർത്തിക്കുന്നു. ഇങ്ങനെയാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അത് ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടായിരിക്കും, ജീവിതത്തിലേക്ക് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. എൻ്റെ ഖബർ ജീവിതത്തിലേക്ക് ഒരു വർഷം കൂടി കഴിഞ്ഞു, ഞാൻ ഏതാനും ഖബറിലേക്ക് അടുത്തു കഴിഞ്ഞു, എനിക്ക് ഇനി തൗബയല്ലാതെ ബാക്കിയില്ല, ശേഷിക്കുന്ന കാലങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാം, റബ്ബിലേക്ക് അടുക്കാം എന്ന് മനസ്സിലാക്കി ഹിജ്റയെ തിരിച്ചറിയുന്ന ആളുകളും ഇല്ലാതെ ഇല്ല എന്ന് നമ്മൾ മറക്കാതെ ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഭാഷാ സംബന്ധമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ വെടിയുക എന്നതാണ്. ഇതിൽ നിന്നൊക്കെ വെടിയണം. മ്ലേച്ഛമായ സർവ ശാരീരികമായി മാനസികമായി ഒക്കെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതും ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറുന്നതും വെടിയ എന്ന അർത്ഥത്തിലെ ഹിജ്റ എന്ന് പറയുന്നു. ശറഈയായി പറഞ്ഞാൽ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന സ്ഥലം തേടി പോവുക എന്നതാണ് ശറഈയായി പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതിന് ഉദാഹരണമായി നമുക്ക് പറയാം, പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു ഹിജ്റ പറയുന്നുണ്ട്. ഒന്നാമതായി ഹിജ്റ പോയ മഹാനവർകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാക്ക് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു. വഖാല, അവിടുന്ന് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, ഇന്നി ദാഹിബുൻ, ഞാൻ പോകുകയാണ്, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക്, സയഹ്ദീ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും.
അവൻ എന്നെ സന്മാർഗത്തിലാക്കും. ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബീ സയഹ്ദീൻ. ഇബ്രാഹിം നബിയാണ് ഒന്നാമതായി ഹിജ്റക്ക് തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എവിടുന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹിജ്റ പോയത് നമുക്കറിയാമോ? കുഫ്രിന്റെ രാജ്യങ്ങളിൽ നിന്ന്, കുഫ്രിന്റെ അഖീദയിൽ നിന്ന്, പീഡനങ്ങളും മർദ്ദനങ്ങളും അഗ്നികുണ്ഡത്തിൽ വരെ എറിയപ്പെട്ട സന്ദർഭത്തിലാണ് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം കുഫറിൽ നിന്ന് ഈമാനിലേക്കുള്ള ഒരു ഹിജ്റയായിരുന്നു ആ പോക്ക്. അത് തന്നെയാണ് മക്കയിലുണ്ടായിരുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും അനുഭവിച്ച് സഹിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കൽപ്പിച്ചു, അബിസീനിയയിലേക്ക് ഹിജ്റ പോകാൻ. 2 പ്രാവശ്യം അബിസീനിയയിലേക്ക് മക്കയിൽ നിന്ന് സഹാബികൾ ഹിജ്റ പോയിട്ടുണ്ട്. തന്നെയുമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് താങ്ങും തണലായിരുന്ന, സഹായിയായിരുന്ന, പ്രബോധന രംഗത്ത് അങ്ങേയറ്റം സഹായം ലഭിച്ചിരുന്നു. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം 42 വർഷത്തോളം കാലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തി ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം വരെ ചെയ്തു കൊടുത്ത അബൂ ത്വാലിബിന്റെ മരണത്തോടുകൂടി പ്രവാചകൻ ഒറ്റപ്പെടാൻ തുടങ്ങി. പീഡനങ്ങൾക്ക് ശക്തി കൂടി. അതുവരെ പീഡനങ്ങൾ കുറഞ്ഞിരുന്നു. ആ വർഷം തന്നെ മഹദി ഖദീജ റളിയല്ലാഹു അൻഹയെ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചകൻ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടൊരു സന്ദർഭം. ഈ അവസരങ്ങൾ മക്കക്കാർ മുതലെടുത്ത് പ്രവാചകനെ പീഡിപ്പിക്കാനും വേദനിപ്പിക്കാനും ഒരുങ്ങിയപ്പോൾ തായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതാണ്. അവിടുന്ന് രക്തമൊലിച്ചു, ഏറുകൊണ്ടു, എറിഞ്ഞോടിച്ചു, വീണ്ടും മടങ്ങി വന്ന ചരിത്രങ്ങൾ നമ്മൾ അനേകം കേട്ട ചരിത്രങ്ങളാണ്. മക്കയിലേക്ക് വന്നു, വീണ്ടും അവിടുന്ന് അള്ളാഹുവിന്റെ ഓർഡർ ഹിജ്റക്ക് പുറപ്പെടുവാൻ. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക വിട്ടു പോകാനുള്ള മാനസികാവസ്ഥ ഇല്ല. ഏതൊരു മനുഷ്യനും ജനിച്ചു വളർന്ന നാട്, കളിച്ചു നടന്ന നാട്, പഠിച്ചു വളർന്ന നാട്, പെറ്റു വളർന്ന വീട്, മാതാപിതാക്കള്, ബന്ധുക്കള്, സ്വന്തക്കാര്, സമ്പത്ത്, വീട്, കുടുംബം എല്ലാം നമ്മുടെ ജനിച്ച നാട്ടിലാണുള്ളത്. അതങ്ങ് ഇട്ടെറിഞ്ഞു പോവുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്ത സംഗതിയാണ്. നിർബന്ധിത അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ഹിജ്റ പോകേണ്ടി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ തിരിഞ്ഞു നിന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. അല്ലാഹു റസൂൽ സൂറത്ത് ഇസ്രായേൽ 80-ാമത്തെ ആയത്താണ്. നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി എൻ്റെ രക്ഷിതാവേ അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്, ഒരു സത്യത്തിന്റെ പ്രവേശനത്തിലെ എന്നെ പ്രവേശിപ്പിക്കണേ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്, എന്നെ ഒരു സത്യത്തിന്റെ മാർഗത്തിലൂടെ എന്നെ പുറത്തു കടത്തുകയും വേണേ. സത്യമായി ഞാൻ പോവുകയും സത്യമായി പ്രവേശിക്കുകയും ചെയ്യുന്ന 2 സത്യപ്പെട്ട സ്ഥലങ്ങളായിരുന്നു മക്കയും മദീനയുമാണ്. ആ മക്കയിൽ നിന്ന് പുറത്തു പോകുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തോടെയാണ്, പ്രവേശിക്കുന്നതും ആ രാജ്യവും പ്രവാചകന്റെ പോക്കും വാക്കും എല്ലാം സത്യമായി പുലരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ വാക്ക്, വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ, എനിക്ക് നിന്റെ പക്കൽ നിന്ന് ഒരു സഹായിയെ എനിക്ക് നീ ഏർപ്പെടുത്തി തന്നെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീജ ഇബ്നു ഹംറാ പറയുന്നു, തൊട്ടുദ്ധരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി, വഹുവ വാഖിഫുൻ ബിൽ അസ്വതി ഫീ സൂഖിൽ മക്ക, മക്കയിലെ ഒരു മാർക്കറ്റിന്റെ പേരാണത്. അവിടെ നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് ഈ മക്ക, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമാണ് ഈ മക്ക. എന്നിട്ട് പറഞ്ഞു,
വലൗലാ അന്നി ഉഖ്രിജത് മിൻകി വമാ ഖറജതുക, ഈ നാട്ടുകാരെ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിതുമ്പുന്ന സ്വരത്തിൽ മക്കയെ നോക്കി പറഞ്ഞിരുന്നു. അതാണ് ഹിജ്റ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു പോയി, എവിടേക്ക് പോയി, പോകേണ്ടി വന്നപ്പോൾ പോയി അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്. പ്രവാചകന്റെ കൂടെ വൈകുവായിയായി പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. സഹാബികളൊക്കെ വന്ന് അവസാനം മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ മക്ക ഫതഹ് വരുന്നത് വരെ ഒരുപാട് സംഭവങ്ങൾ, ഹുദൈബിയ സന്ധിയിൽ ഉംറയ്ക്ക് വേണ്ടി വന്ന സന്ദർഭങ്ങൾ പോലും ഉംറ ചെയ്യാൻ നിർവഹിക്കാതെ സമ്മതിക്കാതെ മടങ്ങിപ്പോയ സാഹചര്യങ്ങളൊക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചു. ബദർ ഉണ്ടായി, ഉഹദ് ഉണ്ടായി, ഒക്കെ ഹിജ്റയ്ക്ക് ശേഷമാണ് പിന്നീട് ഉണ്ടായത്. എല്ലാം ഒഴിവാക്കി ജനിച്ച വീടും കളിച്ച നാടും പഠിച്ച സ്ഥലങ്ങളും എല്ലാ സമ്പാദ്യങ്ങളും കുടുംബങ്ങളും ബന്ധങ്ങളെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് അള്ളാഹുവിലേക്ക് ഒരു പോക്കുണ്ട്. ആ പോക്കാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ഓടിപ്പോണം നിങ്ങളുടെ അള്ളാഹുവിലേക്ക്. അള്ളാഹുവിലേക്കാണ് ഓടിപ്പോണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയത് അള്ളാഹുവിലേക്കാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് അള്ളാഹുവിലേക്കാണ്. അവിടെയാണ് പറഞ്ഞത് വഖാല ഇന്നി റാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഇബ്രാഹിം നബി പോയത് അള്ളാഹുവിലേക്ക്. ഞാൻ പുറപ്പെടുകയാണ്, ഞാൻ പോവുകയാണ്. ഹിജ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ പോകുന്നത് അള്ളാഹുവിലേക്കാകണം. അവിടെയാണ് നമ്മളുടെ വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിജ്റയുടെ വിഷയങ്ങൾ ഒരുപാട് ഇനങ്ങളുണ്ട്, ഒരുപാട് രീതിയിൽ ഹിജ്റ വിശദീകരിക്കാനുണ്ട്. എല്ലാത്തിനെയും കൂടി വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് എവിടുന്ന് എവിടേക്ക്. നമ്മളിവിടെ പഠിച്ചത് മക്കയിൽ നിന്ന് അബ്സീനയിലേക്ക് സഹാബികൾ പോയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയതുമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഈ മക്ക ഫതഹിന് ശേഷം ഹിജ്റയില്ല എന്ന് പറഞ്ഞു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയാണ് ഇല്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിത അവസാനം വരെ ഹിജ്റക്ക് അവസാനമില്ല. മിനശ്ശിർക്ക് ഇല തൗഹീദ്, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള ഹിജ്റ അവസാനിക്കുന്നില്ല. അതൊരു ഹിജ്റയാണ്, വിശ്വാസമാണ് അവിടെ ഹിജ്റ. അതേപോലെ മിനൽ ബിദ്അത്തി ഇല സുന്ന, വിദ്യാർത്ഥികളിൽ നിന്ന് സുന്നത്തിലേക്കുള്ള ഒരു പാലായനമുണ്ട്. നമ്മളൊക്കെ അങ്ങനെ പാലായനം ചെയ്ത് കടന്നു വന്നവരാണ്. നമ്മളൊക്കെ കഠിനമായ ശിർക്കിന്റെ വിശ്വാസങ്ങളിൽ നിന്നും കഠിനമായ വിദ്യാത്തിന്റെ സാക്ഷികളായവരാണ്. ഈ ഇരിക്കുന്നതും പറയുന്നവരുമെല്ലാം അതിൽ നിന്നൊക്കെ ഹിജ്റ വന്നവരാണ് നമ്മൾ. ഏറ്റവും വലിയ ഹിജ്റ, അവസാനിക്കാത്ത ഹിജ്റ മറ്റൊന്നാണ് മിനൽ ഹറാം, ഹറാമിൽ നിന്ന് ഇലൽ ഹലാൽ, ഹലാലിലേക്ക്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൗഹീദിലേക്ക് വന്നിട്ടും സുന്നത്തിലേക്ക് വന്നിട്ടും ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹിജ്റക്ക് അവിടെയും വിജയം വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നിഷിദ്ധങ്ങൾ ഉണ്ടോ, നമ്മൾ മാറ്റിയേ പറ്റൂ, മാറിയേ പറ്റൂ. അവിടെയാണ് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് അനുവദിക്കപ്പെടാത്ത എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ സർവ്വ പാപങ്ങളിൽ നിന്നും നമ്മൾ ഹിജ്റ പോകാൻ ഒരു മനുഷ്യന് തടസ്സമില്ല. അതവന്റെ മരണം വരെ അവനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ അവസാനിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സർവ്വ പാപങ്ങളിൽ നിന്നും നിങ്ങൾ വെടിയുക എന്ന്. വറുജ്സ ഫഹ്ജുർ, പാപം വെടിയുകയും ചെയ്യാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ കണക്കല്ലാത്ത പാപങ്ങൾ ചെറുതും വലുതുമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കൽ ഒരു ഹിജ്റയാണ്. ആ രീതിയിൽ നമ്മൾ ഹിജ്റയെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അവസാനമില്ലാത്ത ഹിജ്റ നിത്യേന നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു റൂമിൽ താമസിക്കുമ്പോൾ അവിടെ തിന്മ അനുസരിക്കേണ്ടി വരും, തിന്മക്ക് സാക്ഷിയാകേണ്ടി വരുമ്പോൾ ആ റൂം വിട്ട് മറ്റൊരു റൂമിലേക്ക് പോകുന്നത് പോലും ഒരു ഹിജ്റയാണ്. അവിടെയാണ് നമ്മൾ സൽക്കർമ്മത്തിലേക്ക്, സുന്നത്തിലേക്ക്, നന്മയിലേക്ക്, നല്ല സ്വഭാവങ്ങളിലേക്ക്, തിന്മയുടെ കേൾവിയും കാഴ്ചയും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അതിനു വേണ്ടിയുള്ള യാത്ര അതൊരു ഹിജ്റയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മുസ്ലിമു, അൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്നും അവന്റെ നാവിൽ നിന്നും മറ്റുള്ള മുസ്ലിമുകൾ സുരക്ഷിതരാകുമ്പോഴാണ് ഒരു മുസ്ലിം ആകുക എന്ന് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞത് വൽ മുഹാജിറു,
ഹിജ്റ പോകുന്നവൻ എന്ന് പറഞ്ഞാൽ മൻ ഹജറ മാ നഹല്ലാഹു അൻ, എന്തൊരു കാര്യത്തെ കുറിച്ച് അല്ലാഹു നിഷിദ്ധമാക്കി വിരോധിച്ചിട്ടുണ്ടോ ആ വിരോധിച്ച കാര്യം വിട്ടുപോകൽ അവൻ ഹിജ്റയാണ്. അവസാനിക്കാത്ത ഹിജ്റ. മക്കയുടെയും മദീനയുടെയും ഹിജ്റ പറഞ്ഞ ചരിത്രങ്ങൾ ഒരുപാട് കേട്ടാലും അതൊരു കേൾവിയും ഒരു ആസ്വാദനവുമായി മാത്രം നമ്മൾ ഉൾക്കൊള്ളുകയും അങ്ങനെയാണ് വർഷത്തോറും ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഹിജ്റ നമുക്ക് നൽകുന്ന പാഠമെന്ത്? നമ്മുടെ ജീവിതത്തിൽ പലിശയുണ്ടോ? അതൊന്ന് മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മളൊരു ഹലാലായ കച്ചവടത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? അതിന് എല്ലാ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ വീട് പലിശയാണ്, കാറ് പലിശയാണ്, നമ്മുടെ വിവാഹം, വസ്ത്രം, നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഹറാമാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും കുഫറിലും നമ്മൾ പാപങ്ങളിലുമാണ്. അല്ലാഹു പറഞ്ഞത് പാപങ്ങൾ നിങ്ങൾ വെടിയണമെന്നാണ്. അതുകൊണ്ട് ഒരു ശരിയായ മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയവൻ എന്ന് പറയണമെങ്കിൽ, നമ്മെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ നിഷിദ്ധമായതുണ്ടോ, അല്ലാഹു ഇഷ്ടപ്പെടാത്തതുണ്ടോ, അല്ലാഹുവും പ്രവാചകനും പരിശുദ്ധ ഖുർആനും സുന്നത്തും എന്തൊരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അത് എനിക്ക് പാടില്ല. ഹിജ്റയാണ്. കേൾക്കാത്തത് കേൾക്കുക, കാണാത്തത് കാണുക. അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കൽ അവൻ പോകുന്ന ഹിജ്റയാണ്. അപ്പോൾ നല്ലത് കേൾക്കാൻ മ്യൂസിക്കിന്റെ സ്ഥാനത്ത് ഖുർആൻ വേണം, അല്ലെ? സംഗീതങ്ങളും ഓട്ടം തുള്ളലും ചാടലും ഒരു വിദ്യാലയം പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെ? ആടിയുളയാതെ ചാടിക്കളിക്കാതെ ഇനി പഠിക്കാൻ കഴിയാത്ത കാലത്തിലേക്ക് പോകുന്നു. ഇവിടൊക്കെയാണ് നമ്മൾ ദീൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണമെങ്കിൽ നമ്മൾ പഠിച്ച് ജീവിച്ച് നമ്മൾ മാറിയാൽ, നമ്മളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതെങ്കിൽ വേറൊരാൾക്ക് അത് മാറ്റാൻ കഴിയുകയില്ല. നമ്മൾ തന്നെ അത് ഉപേക്ഷിക്കണം, നമ്മൾ തന്നെ മാറ്റണം. നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വ തിന്മയും നമ്മളാണ് സ്വീകരിച്ചത്. നമ്മൾ തന്നെ അത് വേണ്ടാന്ന് വെക്കുമ്പോൾ മാത്രമേ അത് വേണ്ടാതെ ആയി പോവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മളെ മക്കളിലുള്ള തിന്മകൾ കണ്ടിട്ട് സമ്മതം കൊടുക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത്, അവനെ നിയന്ത്രിക്കാൻ, മകളെ നിയന്ത്രിക്കാൻ, മകനെ നിയന്ത്രിക്കാൻ എനിക്ക് അവകാശമില്ല, കാരണം എന്റെ ജീവിതത്തിലും അതുണ്ടല്ലോ എന്നതാണ് നമ്മളെ അത് തടയാൻ പറ്റാത്ത കാരണമായി തീരുന്നത്. വിശ്വാസികളെ, ഹിജ്റ അവസാനിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ ഇബ്നു അബി സുഫിയാനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അൽബാനി സ്വഹീഹായി പറയുന്നു, ലാ തൻഖതുൽ ഹിജ്റതു ഹത്താ തൻഖതുൽ തൗബ. ഹിജ്റ അവസാനിക്കുന്നില്ല തൗബ അവസാനിക്കുന്നത് വരെ, തൗബ മുറിയുന്നത് വരെ. എപ്പോഴാണ് തൗബ മുറിയുക? നമുക്കറിയാലോ, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ നമുക്ക് തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. ആ തൗബക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തൻഖതു തൗബ, തൗബയും മുറിഞ്ഞു പോകുന്നില്ല, ഹത്താ തത്വനി ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കുന്നത് വരെയും തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓരോ മനുഷ്യന്റെയും സൂര്യന്റെ അസ്തമയം അവന്റെ മരണമാണ്. അവൻ മരിക്കുന്ന ദിവസം വരെ അവർക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ട്. അതുവരെ നമുക്ക് ഹിജ്റ അവസാനിക്കുന്നില്ല എന്ന്. ഇപ്പൊ പാപങ്ങൾ വെടിയുക എന്നതാണ് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്. അവസരങ്ങളൊക്കെ കിട്ടി, പാപങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിനു വേണ്ടി മാത്രം സമയം തെരഞ്ഞെടുത്ത് പാപങ്ങളിലേക്ക് മാത്രം മെനക്കെട്ട് പോകുന്ന ആളുകള്, അല്ലെ? അതേ സ്ഥാനത്ത് എത്ര പോലും അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറാൻ വേണ്ടി ഉത്ബോധനങ്ങൾ കിട്ടി, അല്ലെ? സന്ദേശങ്ങൾ കിട്ടി, സൗകര്യങ്ങൾ കിട്ടി. പക്ഷേ ഒരു മനുഷ്യനെയും അള്ളാഹുവിനെ മാറ്റേണ്ട ആവശ്യമില്ല, അള്ളാഹു മാറ്റുകയുമില്ല എന്നാ പറഞ്ഞത്. അവനവൻ എപ്പോൾ മാറാൻ റെഡിയാണോ അള്ളാഹു എളുപ്പമാക്കി തരും, അള്ളാഹു അവനെ മാറ്റും. നമ്മൾ സ്വീകരിച്ച വിധികൾ നമ്മളല്ലേ മാറ്റിയത്, നമ്മൾ ചെയ്ത ശിർക്കുകൾ വിശ്വാസങ്ങളും നമ്മളല്ലേ ഉപേക്ഷിച്ചത്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന നിഷിദ്ധങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല? അവിടെയും നമ്മൾ മാറാൻ തയ്യാറാകണം. അത് നന്മയിലേക്കുള്ള ഹിജ്റയാണ്.
മാറാതെ അതിൽ നിന്ന് തന്നെ നമ്മൾ അന്ത്യം അവസാനിക്കുകയാണെങ്കിൽ ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കിന്റെ ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് നമ്മൾ ഉണർന്നു മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് ഖബറിലേക്ക് യാത്ര പോകേണ്ടി വരും. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം. സ്വന്തത്തോട് തന്നെ അക്രമങ്ങൾ ചെയ്ത അക്രമികളായ ആളുകളോട് മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ, അവരുടെ ആത്മാവിനെ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവരോട് ചോദിക്കും, ഖാലൂ ഫീമാ കുൻതും, നിങ്ങൾ ഏതൊരവസ്ഥയിലായിരുന്നു എന്ന്. വല്ലാത്തൊരു ചോദ്യമല്ലേ ആ ചോദ്യം. ഈ ചോദ്യം ആരോടാ ചോദിക്കുക? പാപങ്ങളിൽ കഴിയുന്നവരോട്, ആ ഹിജറക്ക് തയ്യാറാവാത്ത ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഖാലൂ, അവർ പറയുകയാണ്, പറഞ്ഞിട്ടെന്താ കാര്യം? ആ സന്ദർഭത്തിൽ പറയാൻ, ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്ന, ഹിജ്റക്ക് പോകാൻ പറ്റാത്ത ദുർബലരായിരുന്ന ഉലമാക്കൾ അതിനെ വിശദീകരിച്ചു. അവർക്ക് അതിനുള്ള സർവ്വ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് കളവാണ് എന്നതാണ്. കാരണം ആ അവസ്ഥയിലേക്കാണ് നമ്മളും ഉള്ളത്. വേണ്ടാന്ന് വെക്കേണ്ടതൊക്കെ വേണമെന്ന് വെച്ചത് നമ്മളാണെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ നമുക്ക് കഴിവുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ കണ്ണം നൽകുന്നത് നമ്മളാണെങ്കിൽ അവർക്കും ഭാര്യക്കും മക്കൾക്കും ഹലാല് കൊടുക്കാൻ അള്ളാഹു നമ്മളെ കയ്യിൽ കിട്ടിയത് മതി എന്ന് വിശ്വസിക്കാൻ, അത് തീരുമാനിക്കാനും അതുകൊണ്ട് വയറ് നിറക്കാനും എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? സ്വീകരിക്കുന്ന ജോലിയും നേടുന്ന സമ്പാദ്യങ്ങളും ശുദ്ധിയാകുമ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമാകും. ഏറ്റവും വലുത് 5 നേരത്തെ നമസ്കാരം, കഅബാലയത്തിൽ പോയിട്ടുള്ള ഹജ്ജും ഉംറയും കൊടുക്കുന്ന ദാനവും അള്ളാഹു സ്വീകരിക്കണം. ആകാശത്തിലേക്ക് ഉയർത്തിയ കൈ മടക്കാതെ റബ്ബിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. സമ്പാദ്യം ഹലാലാകണം. സമ്പാദ്യം ഹലാലാകണം. അത് നിഷിദ്ധമാണെങ്കിൽ ഉയർത്തിയ കൈക്ക് ഉത്തരമില്ലാതെ ഉത്തരം കിട്ടുന്ന, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുക എന്ന് പറഞ്ഞത്. അത് മടക്കുന്നത് അള്ളാഹുവിന്റെ ലജ്ജയാണ്. ആ ചോദിച്ച കൈകൾ വെറുതെ ഒന്നും നൽകാതെ മടക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. അതുപോലും മടക്കുന്നത് അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ രക്തം, അവന്റെ കുടിച്ചതും തിന്നതും നിഷിദ്ധമായ കാരണമാണ്. അവൻ തീറ്റിച്ചു, കുടുംബത്തിനും ഒന്നും അറിയാത്തവർക്ക് പോലും തീറ്റിച്ചു. പക്ഷെ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. നമ്മളെ കാര്യം അപകടത്തിലാണ്, തീറ്റിച്ച നമ്മളുടെ കാര്യം അപകടത്തിലാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, മലക്കുകൾ ചോദിക്കും, ഖാലൂ അലം തകും അർളുല്ലാഹി വാസിഅ, നിങ്ങൾക്ക് ഭൂമി വിശാലമല്ലായിരുന്ന, ഇവിടെ തന്നെ നിന്നാൽ നിങ്ങൾക്ക് ഹറാമിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ ഹലാലിൽ ജീവിക്കാനുള്ള, സുന്നത്തിലും തൗഹീദിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം തേടി നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നില്ലേ എന്ന് അല്ലാഹു ആ സന്ദർഭത്തിൽ മലക്കുകൾ ആത്മാവിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, അവിടേക്ക് നിങ്ങൾ ഹിജ്റ പോയിക്കൂടായിരുന്നേ, അങ്ങനെയുള്ള ആളുകൾക്ക് താമസിക്കാനുള്ളത്, അവരുടെ സംഗീതം അവസാനം എത്തിപ്പെടുന്നത് കത്തിജ്വലിക്കുന്ന നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഹിജ്റ നൽകുന്ന സന്ദേശം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം പാപങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ അളന്നാൽ എണ്ണി നോക്കിയാൽ അറ്റമില്ലാത്തത്, സാമ്പത്തികമായി, ശാരീരികമായി, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട് പറഞ്ഞ ഈബത്തുകൾക്കും അസദുകൾക്കും അസൂയകൾക്കും എന്തുണ്ട് പ്രതിഫലം, എന്ത് പ്രായശ്ചിത്തമുണ്ട്? കണക്ക് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആനാന്റെ സമ്പത്ത് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏൽപ്പിച്ച ജോലി കൃത്യമായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? പരലോകത്ത് നമ്മൾക്ക് അവർക്ക് എന്ത് കൊടുക്കാനുണ്ട്? നമ്മളെ കയ്യിൽ എടുത്ത ഇബാദത്തുകൾ വാങ്ങിപ്പോകുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കേണ്ട. ഒരു അക്കം നമ്പർ തെറ്റുമ്പോൾ ബാങ്കിലെ ബാലൻസുകൾ മറ്റുള്ളവന്റെ അക്കൗണ്ടിലേക്ക് നാം അറിയാതെ മാറിപ്പോകുന്ന സംവിധാനങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ പരലോകത്ത് നമ്മളെടുത്ത സൽക്കർമ്മങ്ങൾ മാറിപ്പോകും, കൊടുക്കേണ്ടി വരുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചില്ലേ? ഈ തന്ന ആയുസ്സുകൾ പരലോകം നേടിയെടുക്കുന്നതാണ്. എടുത്ത ഇബാദത്തുകൾ നമുക്ക് സ്വർഗം നേടാനുള്ളതാണ്. അത് മറ്റുള്ളവർ അക്കൗണ്ടിലേക്ക്
കൊടുക്കാനുള്ളതല്ല. അതുകൊണ്ട് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ نزل الفرقان على عبده ليكون للعالمين نذيرا. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിത മേഖലയിൽ കുത്തുവാക്കുകളും പ്രയാസങ്ങളും വേദനകളും ദേവരംഗത്തും ജീവിത രംഗത്തും തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന അന്നും ഇന്നും എന്നും ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഇനിയും കേൾക്കേണ്ടി വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകാൻ വെച്ചൊരു വഴിയാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസ്ബിർ, നീ ക്ഷമിക്ക്. അള്ളാഹിന്റെ റസൂലിനോട് പറയണം അലാ മാ യഖൂലൂന, അവർ താങ്കളെ പറ്റി പറയുന്നതിൻ്റെ മേൽ താങ്കൾ ക്ഷമിക്കണം. നമ്മളും ക്ഷമിക്കണം. നമ്മളെ കുറിച്ചും ഇല്ലാത്തതും ദേവരംഗത്തും ദീനി രംഗത്തും അഖീദ രംഗത്തും സുന്നത്തിന്റെ കാര്യത്തിലും ഒക്കെ കേൾക്കേണ്ടി വരും. അള്ളാഹിന്റെ റസൂൽ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രവാചനക്കായി വലുതല്ലല്ലോ. എന്നിട്ട് പറഞ്ഞു വഹ്ജുർഹും, അവരെ നീ വെടിഞ്ഞാളെ, അവരോട് നീ ഹിജ്റ പോയ, അവരെ നീ വിട്ടാളെ, അവരെ നീ ഒഴിവാക്കി. ഹജ്റൻ ജമീല, ഒരു ഭംഗിയായ ഒരു വീട്ടൽ, ഒരു ഭംഗിയായ ഉപേക്ഷിക്കല്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുകയാണ്, വിട്ടുകളയുകയാണ്. അവരെ വിട്ട് നീ പോ, അവരെ മാറ്റി നിർത്തിക്കാളെ, ഭംഗിയായി മാറ്റി നിർത്തിക്കാളെ. നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ പ്രയാസപ്പെടുത്തുന്ന, നീ ഉദ്ദേശിക്കാത്തത് പറഞ്ഞു നടക്കുന്ന, നീ ചെയ്യാത്തത് പറയുന്ന, നീ ഭ്രാന്തനാണെന്ന് പറഞ്ഞവർ, നീ കാഹിനാണെന്ന് പറഞ്ഞു, നീ ജ്യോത്സ്യനാണെന്ന് പറഞ്ഞു, നീ കള്ളനാണെന്ന് പറഞ്ഞു, എല്ലാവർക്കും നീ മറുപടി അല്ല കൊടുക്കേണ്ടത്. അവരെന്ത് പറഞ്ഞാലും അവര് പറയുന്നതിന്റെ മേൽ നീ ക്ഷമിക്കും. നല്ല ഭംഗിയുള്ള അലങ്കാരമുള്ള ഒരു വിടലുണ്ട്, ആ ഒരു ഹിജ്റ അവരെ സംബന്ധിച്ച് നടത്തി നീ മാറിക്കാളെ. അല്ലാഹുവിന്റെ റസൂൽ നമുക്കും മാതൃകയാണ്. പലതും നമ്മൾ കുടുംബത്തിൽ നിന്നും സ്വന്തത്തിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നും നാട്ടുകളിൽ നിന്നും എല്ലാ രംഗത്തും നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ തെറ്റ് ചെയ്യാതെ ആക്ഷേപിക്കപ്പെടേണ്ട അവസരങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ആയത്ത് നമുക്കൊരു സമാധാനം നൽകുന്ന ആയത്താണ്. നന്നായി അവർ പറയുന്നതിന്റെ പേര് ക്ഷമിക്ക്, നീ ക്ഷമിച്ചോ എന്നാണ്. ദുഃഖങ്ങളില്ല, പല വാക്കുകളും ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട് അല്ലെ. ഉറക്കം നഷ്ടപ്പെടുത്താൻ, മാനസിക സമനില തെറ്റിക്കാൻ ഒരു വാക്ക് മതി. ആ ഒരു വാക്ക് മരണം വരെ നിലനിൽക്കുന്ന വേദനകൾ നൽകാൻ കഴിയുന്ന വാക്കുകൾ മനുഷ്യർക്ക് പറയാൻ കഴിയും. സിഹ്റിനേക്കാളും മാരകമായ വിഷമുള്ള വാക്കുകൾ ജനങ്ങൾക്ക് പറഞ്ഞ് തളർത്തിയിടാൻ സാധിക്കും. അവിടെയാണ് ഈ ആയത്ത് നമ്മൾ എടുത്തു വെക്കേണ്ടത്. വസ്ബിർ, നീ ക്ഷമിച്ചാൽ. അലാ മാ യഖൂലൂൻ, ആരെന്ത് പറഞ്ഞോട്ടെ, ആര് പറയുന്നതിന്റെ മേലും അവരെന്ത് പറഞ്ഞാലും അതിന്റെ മേൽ ക്ഷമിക്കണം. അവരെ വെടിഞ്ഞാളെ, പിന്നെ അവരുമായി നിനക്ക് ബന്ധം വേണ്ട. വഹ്ജുറുഹും ഹജ്റൻ ജമീല, നല്ല രീതിയിൽ മാന്യമായി അവരെ വിട്ടുപിരിഞ്ഞ് നമുക്ക് കണ്ട് മാറി നിൽക്കാം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, നമുക്ക് നൽകുന്ന സന്ദേശമാണ്. പക്ഷേ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നല്ല നമ്മൾ എടുത്തത്. ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് പോയില്ല, ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്ക് വന്നില്ല. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി എവിടെയൊക്കെ ഉണ്ട്, ബിദ്അത്തിനോട് സഹകരിക്കുക, ശിർക്കിന്റെ വാക്കുകളും പെരുമാറ്റങ്ങളിലൂടെ സഹകരിക്കുക. അതിനൊക്കെ മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായി നമ്മൾ മാറിയിരിക്കണം. പക്ഷെ നമ്മൾ പോയ ഒരു ഹിജ്റയുണ്ട്, പോകാൻ പാടില്ലാത്ത ഒരു ഹിജ്റ. അത് നമ്മൾ ചെയ്തവരാണെങ്കിൽ മനസ്സിലാക്കുക, നാളെ പരലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കുറിച്ച് റബ്ബിന്റെ മുന്നിൽ ഈ സമൂഹം ഞാൻ ഏൽപ്പിച്ച പരിശുദ്ധ ഖുർആൻ
ആ ഖുർആനിൽ നിന്ന് അവർ ഹിജ്റ പോയി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് പരിശുദ്ധ ഖുർആനിൽ. കേട്ടിട്ടുണ്ടായിരിക്കും, മനപ്പാഠമായിരിക്കും. സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ വചനമാണ്. വഖാല റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, അല്ലാഹുവിനോട് പറയാണ്, ഇന്ന ഖൗമി, എന്റെ ജനത, ഞാൻ ഖുർആൻ ഏൽപ്പിച്ച ജനത, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആൻ അവർ വെടിഞ്ഞു പോയി, ഈ ഖുർആൻ അവർ അവഗണിച്ച് തള്ളിപ്പോയി. വിശ്വാസികളെ, തിരിച്ചു വരുന്നത് ഒഴിവാക്കിയ മാറ്റിവെച്ച ഖുർആനിലേക്കാണ്. ഹിജ്റ അതിൽ ഖുർആനിൽ നല്ല പോണ്ടത്, ഖുർആനിലേക്കാണ് വരുന്നത്. കേൾക്കുന്ന മ്യൂസിക്കുകളിൽ നിന്ന്, സംഗീതങ്ങളിൽ നിന്ന്, പല നാവിന്റെ റീലുകളിൽ കിടന്ന് കറങ്ങുന്ന പാട്ടുകൾ മാത്രം കുട്ടികളുടെ ചുണ്ടിൽ, അതിന്റെ സ്ഥാനത്തേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ, അതിനുവേണ്ടി നമ്മൾ അതൊരു ഹിജ്റയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയും വേണം. അങ്ങനെയാകുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ നാളെ പരലോകത്ത് നമുക്കെതിരിൽ സാക്ഷി പറയാതെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു നല്ല വിശ്വാസിയായി മരിക്കാൻ അള്ളാഹു എനിക്കും എന്റെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പറഞ്ഞതും അറിഞ്ഞതും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെ തേടിവരുന്ന മുസീബത്തുകൾ അള്ളാഹു വഴിമാറ്റുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിൽ വന്ന സർവ്വ വിഷമങ്ങളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. നമ്മളെ പോറ്റി വളർത്തി വിട്ടുപിരിഞ്ഞ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളെ രോഗത്തിനുള്ള ശിഫ നൽകുന്ന മരുന്നിനെ അള്ളാഹു വ്യക്തമാക്കി തരുമാറാകട്ടെ. രോഗങ്ങളിൽ വിഷമിക്കുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة.